ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ എന്തിനാണ്, അല്ലെങ്കിൽ തരം തിരിക്കുന്നത് എന്തിന്? ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ഒരു ലൈബ്രറിയുടെ ചിത്രമാണല്ലേ. ഈ ലൈബ്രറിയിൽ പുസ്തകങ്ങളെല്ലാം ടേബിളിൻ്റെ മുകളിൽ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ആവശ്യമുള്ള ഒരു പുസ്തകം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും. എന്നാൽ പുസ്തകങ്ങളെല്ലാം തരം തിരിച്ച് ഓരോ റാക്കിലായി അടുക്കി വെച്ചാൽ അതിൽ നിന്നും ആവശ്യമുള്ള പുസ്തകം വളരെ എളുപ്പത്തിൽ കണ്ടെത്താനാകും. ലൈബ്രറിയിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ, അങ്ങനെ എല്ലായിടത്തും അതാത് സാധനങ്ങൾ ചിട്ടയോടെ തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഉപയോഗം വളരെ എളുപ്പമായിരിക്കും. സോ എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഓരോ വസ്തുക്കൾ തരം തിരിക്കുന്നത് എന്നത് മനസ്സിലായില്ലേ? നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ മുന്നിലെത്തുന്ന വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തരം തിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യുന്നത്? വസ്തുക്കളുടെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി, നിറം, അവയുടെ സൈസ്, അവയുടെ ഉപയോഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും തരം തിരിക്കുന്നത്. ഇനി ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ ഒരു പട്ടിയുടെയും പൂച്ചയുടെയും ചിത്രം നൽകിയിട്ടുണ്ട്. ഇവയെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ നോക്കുന്നത് അവയുടെ സൈസ്, അതേപോലെ ബ്യൂട്ടി, അവയുടെ വേഗം അഥവാ സ്പീഡ്, ഷാർപ്പ് ഇൻസിസേഴ്സ് അതായത് അവരുടെ പല്ലിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ക്ലോസ് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ഇൻ ടു ദ ഫീറ്റ് അതായത് അവയുടെ നഖം കാലിൻ്റെ ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കുന്നതാണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുന്നത്. ഈ ചിത്രത്തിൽ കുറച്ചധികം ജീവികളെ നമുക്ക് കാണാം. ഈ ജീവികളെ തരം തിരിക്കുന്നതിന് വേണ്ടി ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അവയുടെ ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ്. ഇവിടെ വിങ്സ് ഉള്ള ജീവികളും ഇല്ലാത്ത ജീവികളും എന്ന രീതിയിൽ രണ്ടായിട്ട് ആദ്യം തന്നെ തരം തിരിച്ചിരിക്കുന്നു. ഇനി ചിറകുകൾ ഉള്ള ജീവികളെ നമുക്ക് വീണ്ടും രണ്ടായി തരംതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവയുടെ ചിറകുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആദ്യം തന്നെ ഒരു പെയർ ചിറകുള്ള ജീവികൾ, അതേപോലെ 2 പെയർ ചിറകുള്ള ജീവികൾ. ഒരു പെയർ ചിറകെന്ന് പറയുമ്പോൾ അവയ്ക്ക് മൊത്തം 2 ചിറകുകളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 2 pairs ഓഫ് ഒബ്സർവബിൾ വിങ്സ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് മൊത്തത്തിൽ 4 ചിറകുകൾ ഉണ്ടായിരിക്കും. ഇനി 2 പെയർ ചിറകുകളുള്ള ജീവികളെ വീണ്ടും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അവയുടെ കാലുകളുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ. ഒരേ നീളമുള്ള കാലുകളാണോ അതോ വ്യത്യസ്ത നീളമുള്ള കാലുകളാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയെ വീണ്ടും തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഒരേ നീളമുള്ള കാലുകളുള്ള ജീവികളെ വീണ്ടും രണ്ടായി തരംതിരിക്കാം അവയുടെ ചിറകുകളുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ. ചിറകുകൾ ട്രാൻസ്പെറൻ്റ് ആണോ അല്ലയോ എന്ന രീതിയിലാണ് വീണ്ടും ഇവയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം കടത്തിവിടാൻ കഴിയുന്ന വിങ്സ് ആണ് ട്രാൻസ്പെറൻറ്റ് വിങ്സ്. നോൺ ട്രാൻസ്പെറൻറ്റ് വിങ്സ് എന്ന് പറയുമ്പോൾ വെളിച്ചത്തെ കടത്തിവിടാൻ സാധിക്കാത്ത ചിറകുകളാണ്. സോ ഇവിടെ നമ്മൾ ജീവികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് 2 പ്രത്യേകതകളാണ് പ്രധാനമായും എടുത്തത്. അതായത് അവയുടെ ചിറകിൻ്റെ പ്രത്യേകതയും അതേപോലെ തന്നെ കാലിൻ്റെ പ്രത്യേകതയും. സോ ഇപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ ജീവികളെയും വസ്തുക്കളെയും എങ്ങനെയൊക്കെ ബേസിക്കായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ചും മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണ് ടാക്സോണമിക് കീസ് എന്ന് നോക്കാം. ടാക്സോണമിക് കീസ് ആർ സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും തിരിച്ചറിയാനും അതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ശാസ്ത്രീയമായ സൂചകങ്ങളാണ് എന്ത്? ടാക്സോണമിക് കീസ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് കീസ് ഇസ് ദ ഡൈക്കോട്ടോമസ് കീ. എന്താണ് ഡിക്കോട്ടോമസ് കീ? ഡിക്കോട്ടോമസ് കീ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ടാക്സോണമിക് കീ ആണ്. അതായത് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ടാക്സോണമിക് കീ ആണ് ഡിക്കോട്ടോമസ് കീ. ഈച്ച് ഇൻഡിക്കേറ്റർ ഇൻ ദിസ് കീ ഹാസ് 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ. അതായത് ഡിക്കോട്ടോമസ് കീയിൽ നമ്മളൊരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ജീവികളെ ക്ലാസിഫൈ ചെയ്യാൻ ഒരു പ്രത്യേകത സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രത്യേകതയ്ക്കും 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിങ്സ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു പെയർ വിങ്സ് ഉള്ളതും 2 പെയർ വിങ്സ് ഉള്ളതും എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ലേ? അതേപോലെ വിങ്സ് ട്രാൻസ്പെറൻ്റ് ആണോ
വിങ്സ് ട്രാൻസ്പെറൻ്റ് അല്ലയോ, ഇനി അവയുടെ കാലുകളുടെ പ്രത്യേകതയാണ് എടുക്കുന്നതെങ്കിൽ കാലുകൾക്ക് സെയിം നീളമാണോ അല്ലെങ്കിൽ കാലുകൾക്ക് ഡിഫറെൻറ്റ് നീളമാണോ, അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ കണ്ടിരുന്നു. By choosing the peculiarities of the organism to be identified and by proceeding systematically, one can identify and classify the organism. So, taxonomy കീയും ഡിക്കോട്ടോമസ് കീയും എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ടും ആക്ച്വലി ജീവികളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ അവയുടെ പ്രത്യേകതയാണ്. ഓക്കെ, നൗ വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ? The method of classification is the act of grouping of organisms based on similarities or differences. ഓർഗാനിസത്തിനെ അവയുടെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു രീതിയെയാണ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ടാക്സോണമി? ടാക്സോണമി is a branch of biology that identifies organisms, classifies them on the basis of similarities and differences and names them scientifically. ടാക്സോണമി എന്ന് പറയുന്നത് ബയോളജിയിലെ ഒരു ബ്രാഞ്ചാണ് ദാറ്റ് ഐഡൻറ്റിഫൈസ് ഓർഗാനിസംസ്, അതായത് ജീവികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതേപോലെ ക്ലാസിഫൈസ് ദം, ജീവികളെ തരംതിരിക്കാൻ സഹായിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവയുടെ സിമിലാരിറ്റീസിൻ്റെയും അതേപോലെ തന്നെ വ്യത്യസ്തതയുടെയും അടിസ്ഥാനത്തിൽ. അതുമാത്രമല്ല, ജീവികളെ സയൻറ്റിഫിക്കായിട്ട് നാമകരണം ചെയ്യാനും സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സയൻറ്റിഫിക് നെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നതും ബയോളജിയുടെ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ പരിചയപ്പെടാം. ആദ്യം തന്നെ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ഗ്രീസുകാരനാണ്. ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബയോളജി. ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ജീവികളെ ക്ലാസിഫൈ ചെയ്തത്? RBC ഉള്ളവ, RBC ഇല്ലാത്തവ എന്ന രീതിയിലാണ് അരിസ്റ്റോട്ടിൽ ജീവികളെ ക്ലാസിഫൈ ചെയ്തത്. എന്താണ് RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്? നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തിലുള്ള ഒരു പ്രത്യേകതരം കോശങ്ങളാണ് RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്. ഇനി അടുത്ത ആളാണ് തിയോഫ്രാറ്റസ്. തിയോഫ്രാറ്റസും ഗ്രീസുകാരനാണ്. ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബോട്ടണി. ബോട്ടണിയുടെ പിതാവാണ് തിയോഫ്രാറ്റസ്. He classified plants into annuals, biennials and perennials. അതായത് ആനുവൽസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ തന്നെ അവരുടെ ജീവിതകാലം തീരുന്ന പ്ലാന്റ്സ് ആണ് ആനുവൽസ്. ബൈനിയൽസ് എന്ന് പറയുമ്പോൾ 2 വർഷം കൊണ്ട് ജീവിതകാലം തീരുന്ന പ്ലാന്റ്സ് ആണ് ബൈനിയൽസ്. പെരിനിയൽസ് എന്ന് പറയുമ്പോൾ 2-ൽ കൂടുതൽ വർഷം എടുത്ത് ഒരു ജീവിതകാലം കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് പെരിനിയൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യക്കാരനായ ചരകനാണ്. ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ആയുർവേദ. ആയുർവേദത്തിൻ്റെ പിതാവാണ് ചരകൻ. ചരകൻ രചിച്ച കൃതിയാണ് ചരക സംഹിത. ചരക സംഹിതയിൽ 200ഓളം പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തതാണ് ഇംഗ്ലണ്ടുകാരനായ ജോൺ റേ. ജോൺ റേയുടെ പുസ്തകമാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. ഇതിൽ 18,000ഓളം പ്ലാന്റ്സിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും ഇംഗ്ലണ്ടുകാരനായ ജോൺ റേ ആണ്. അടുത്തത് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സ്വീഡൻകാരനായ കാൾ ലിനേയസ്. ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി. ആധുനിക ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ഹീ സജസ്റ്റഡ് ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് ഹൈറാർക്കി മുന്നോട്ട് വെച്ചത് കാൾ ലിനേയസ് ആണ്. അതേപോലെ ജീവികൾക്ക് സയൻറ്റിഫിക്കായിട്ട് പേര് നൽകുന്ന രീതിയായ ബൈനോമിയൽ നോമൻക്ലേച്ചറും പ്രൊപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് സ്വീഡൻകാരനായ കാൾ ലിനേയസ് ആണ്. സോ ടാക്സോണമിക് ഹൈറാർക്കി മുന്നോട്ട് വെച്ചത് കാൾ ലിനേയസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സോ എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി? ജീവികളെ, അതായത് പ്രത്യേകിച്ചും പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഇതിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് സ്പീഷീസ്. അതേപോലെ ഏറ്റവും ഉയർന്ന യൂണിറ്റാണ് കിങ്ഡം. സോ ഇവിടുത്തെ ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ യൂണിറ്റാണ്. അതിനുശേഷം വരുന്ന ഓരോ ലെവൽസിലും യൂണിറ്റ്സ് വലുതായി വലുതായി വരും അല്ലേ? ജീനസ് എന്ന് പറയുമ്പോൾ സ്പീഷീസിനേക്കാളും വലിയ ഒരു യൂണിറ്റാണ്. ഫാമിലി ജീനസിനേക്കാളും വലുതായിരിക്കും. ഓർഡർ എന്ന് പറയുമ്പോൾ ഫാമിലിനേക്കാളും വലുതായിരിക്കും. അതേപോലെ ക്ലാസ് ഓർഡറിനേക്കാളും വലുതാണ്.
ഫൈലം ക്ലാസിനേക്കാൾ വലുതാണ്. അങ്ങനെ കിങ്ഡം എത്തുമ്പോൾ ഏറ്റവും വലിയ ഒരു യൂണിറ്റായി മാറുന്നു. സോ ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് സ്പീഷീസ് ആണ്, ഏറ്റവും ഹയർ യൂണിറ്റ് കിങ്ഡം ആണ്. സോ ഇനി നമുക്ക് ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഓരോ ലെവൽസും പ്രത്യേകം പഠിക്കാം. ആദ്യം തന്നെ സ്പീഷീസ് ആണ്. സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ്? വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ കുഞ്ഞുങ്ങളെ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഓഫ്സ്പ്രിങ്സിനെയാണ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത്. സോ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഫെർട്ടൈൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസ് ഇസ് എ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ അല്ലെങ്കിൽ യൂണിറ്റ് ആണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓർഗാനിസംസ് ഓഫ് എ സ്പീഷീസ് ഷെയർ മാക്സിമം സിമിലാരിറ്റി ഓഫ് ഫീച്ചേഴ്സ്. അതായത് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള എല്ലാ ഓർഗാനിസത്തിനും സെയിം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. നൗ ഓർഗാനിസംസ് ഓഫ് സിമിലർ സ്പീഷീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ജീനസ്. അതായത് സിമിലർ ആയിട്ടുള്ള സ്പീഷീസിൽ വരുന്ന ഓർഗാനിസം എല്ലാം കൂടി ചേർന്നിട്ടാണ് ജീനസ് എന്ന് പറയുന്ന അടുത്ത ലെവല് ഫോം ചെയ്യുന്നത്. അതേപോലെ സിമിലർ ജീനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫാമിലി. സിമിലർ ആയിട്ടുള്ള ജീനസ് എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരു ഫാമിലി എന്ന് പറയുന്ന അടുത്ത ലെവല് ഫോം ചെയ്യുന്നത്. ആൻഡ് ഫാമിലീസ് ജോയിൻ ടു ഫോം ദ ഓർഡർ. സിമിലർ ആയിട്ടുള്ള ഫാമിലീസ് ചേർന്ന് ഓർഡർ എന്ന് പറയുന്ന അടുത്ത ലെവല് ഫോം ചെയ്യുന്നു. അതേപോലെ വേരിയസ് ഓർഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്ലാസ്. അതായത് സിമിലർ ആയിട്ടുള്ള ഓർഡേഴ്സ് ചേർന്ന് ക്ലാസ് എന്ന് പറയുന്ന ഒന്നും കൂടി വലുതായിട്ടുള്ള അടുത്ത ലെവൽ ഫോം ചെയ്യുന്നു. റിലേറ്റഡ് ക്ലാസ്സസ് ജോയിൻ ടു ഫോം ഫൈലം. അതായത് സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഒരുമിച്ച് ചേർന്ന് അതിനേക്കാൾ വലിയ ഒരു ലെവലായ ഫൈലം ഫോം ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഓൾ ഫൈല കോൺസ്റ്റിറ്റ്യൂട്ട് ദ കിങ്ഡം. എല്ലാ ഫൈലയും ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ഏറ്റവും വലിയ യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഏറ്റവും വലിയ ലെവലായിട്ടുള്ള കിങ്ഡം ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ടാക്സോണമിക് ഹൈറാർക്കിയെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ഒരു പിക്ചർ നമ്മളെ സഹായിക്കും. ഇവിടെ കൊടുത്തിട്ടുള്ളത് ആനിമൽ കിങ്ഡത്തെക്കുറിച്ചാണ്. നമ്മൾ പഠിച്ചിരുന്നു ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഏറ്റവും ഉയർന്ന ലെവലാണ് കിങ്ഡം എന്ന് പറയുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആനിമൽ കിങ്ഡം ആണ്. ആനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ആനിമൽസും ഉൾപ്പെടുന്നു. അതായത് ബേർഡ്സും ഇൻസെക്ട്സും എല്ലാം ആനിമൽ കിങ്ഡത്തിൽ വരുന്നുണ്ട്. ആനിമൽ കിങ്ഡത്തിൻ്റെ ഫൈലം അറിയപ്പെടുന്ന പേരാണ് കോർഡാറ്റ. കിങ്ഡം എന്ന് പറയുന്ന ലെവലിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവലാണ് ഫൈലം. ആനിമൽ കിങ്ഡത്തിൻ്റെ ഫൈലത്തിൻ്റെ പേരെന്താണ്? കോർഡാറ്റ. എന്താണ് കോർഡാറ്റയുടെ പ്രത്യേകത? ഇറ്റ് ഇൻക്ലൂഡ്സ് വെർട്ടിബ്രേറ്റ്സ് ഉള്ളി. അതായത് വെർട്ടിബ്രൽ കോളമുള്ള ആനിമൽസ് മാത്രമാണ് ഫൈലം കോർഡാറ്റയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഫൈലത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവലാണ് ക്ലാസ്. ആനിമൽ കിങ്ഡത്തിൽ ക്ലാസ് അറിയപ്പെടുന്ന പേരാണ് മമാലിയ. എന്താണ് മമാലിയ എന്ന് പറയുന്ന ക്ലാസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഇൻക്ലൂഡ്സ് വെർട്ടിബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. അതായത് മമാലിയ എന്ന് പറയുന്ന ക്ലാസ്സിലെ ആനിമൽസ് എല്ലാം വെർട്ടിബ്രേറ്റ്സ് ആയിരിക്കും. അതായത് അവർക്ക് വെർട്ടിബ്രൽ കോളം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ദേ ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്ന ആനിമൽസ് കൂടിയാണ് ക്ലാസ് മമാലിയയിൽ ഉൾപ്പെടുന്നത്. ഇനി ക്ലാസിൻ്റെ താഴെ വരുന്ന ലെവലാണ് ഓർഡർ. ആനിമൽ കിങ്ഡത്തിൻ്റെ ഓർഡർ അറിയപ്പെടുന്ന പേര് കാർണിവോറ എന്നാണ്. എന്താണ് കാർണിവോറയുടെ പ്രത്യേകത? മാമൽസ് ദാറ്റ് ഹാവ് ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ്. അതായത് കാർണിവോറയിൽ വരുന്ന ആനിമൽസ് മാമൽസ് ആയിരിക്കും. അതായത് ദേ ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. അതോടൊപ്പം തന്നെ അവർക്ക് പല്ലുകൊണ്ട് മാംസം വലിച്ച് കീറി കഴിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി ഓർഡറിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവലാണ് ഫാമിലി. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫാമിലി ഫെലിഡയാണ്. എന്താണ് ഫെലിഡെ ഫാമിലിയുടെ പ്രത്യേകത? ദോസ് വിത്ത് വിഡ്രോവബിൾ ക്ലോസ് എലോങ് വിത്ത് ദ ഫീച്ചർ ഓഫ് ദ ഓർഡർ കാർണിവോറ. ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ആനിമൽസിന് ഓർഡർ കാർണിവോറയിലുള്ള ആനിമൽസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും.
അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ നഖം അഥവാ ക്ലോസ് കാലിൻ്റെ ഉള്ളിലേക്ക് വലിക്കാനുള്ള അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിച്ചു വയ്ക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, നൗ ഫാമിലി കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന ലെവലാണ് ജീനസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ജീനസ് ഫെലിസ് ആണ്. എന്താണ് ഫെലിസ് എന്ന് പറയുന്ന ജീനസിൻ്റെ പ്രത്യേകത? ദേ ഷോസ് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ഫെലിഡേ. ഫെലിഡേയിലുള്ള ആനിമൽസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഫെലിസിലും ഉണ്ടായിരിക്കും. അത് കൂടാതെ ഉള്ള പ്രത്യേകതയാണ് ദേ ആർ സ്മോൾ സൈസ്ഡ് ബോഡി. അവരുടെ ശരീരം വളരെ ചെറുതായിരിക്കും. അതേപോലെ ഗർജിക്കുന്ന ശബ്ദമൊന്നും ഈ ആനിമൽസ് പുറപ്പെടുവിക്കില്ല. ഓക്കെ, നൗ ജീനസിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവലാണ് സ്പീഷീസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് ആണ്. എന്താണ് ഡൊമസ്റ്റിക്കസ് സ്പീഷീസിൻ്റെ പ്രത്യേകത? along with the features of genus Felis shows unique feature of domestic cat. അതായത് ഫെലിസ് എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ആനിമൽസിൻ്റെ എല്ലാ പ്രത്യേകതകളും ഡൊമസ്റ്റിക്കസിനും ഉണ്ടായിരിക്കും. അതുകൂടാതെ അവർ കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഡൊമസ്റ്റിക് കാറ്റ്, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പൂച്ചയുടെ സ്വഭാവം കൂടി ഈ സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിലെ ടാക്സോണമിക് ഹൈറാർക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു കോക്കനട്ട് ട്രീൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. കോക്കനട്ട് ട്രീ ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? പ്ലാന്റ് കിങ്ഡത്തിലാണ് കോക്കനട്ട് ട്രീ ഉൾപ്പെടുന്നത്. കോക്കനട്ട് ട്രീ ഉൾപ്പെടുന്ന ഫൈലമാണ് ആൻജിയോസ്പെർമോഫൈറ്റ. എന്താണ് ആൻജിയോസ്പെർംസ് എന്ന് പറഞ്ഞാൽ? ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സിനെയാണ് ആൻജിയോസ്പെർംസ് എന്ന് പറയുന്നത്. സോ കോക്കനട്ട് ട്രീ അങ്ങനെ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. സോ കോക്കനട്ട് ട്രീൻ്റെ ഫൈലം അറിയപ്പെടുന്നത് ആൻജിയോസ്പെർമോഫൈറ്റ എന്നാണ്. ഇനി കോക്കനട്ട് ട്രീ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് മോണോകോട്ടിലിഡോണെ. മോണോകോട്ടിലിഡോണെ എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്ത് വരുന്നത് ഒരു ഇലയായിരിക്കും. ഒരു ഇലയാണ് പുറത്ത് വരുന്നതെങ്കിൽ അതിനെ മോണോകോട്ടിലിഡോൺ എന്നാണ് പറയുന്നത്. നൗ കോക്കനട്ട് ട്രീ ഏത് സീരീസിൽ ഉൾപ്പെടും? കാലിസിനെ എന്ന് പറയുന്ന സീരീസിലാണ് ഉൾപ്പെടുന്നത്. ഫാമിലി അരിക്കാസിയെ ആണ്. അതേപോലെ ജീനസ് കോക്കസ് ആണ്. അതേപോലെ സ്പീഷീസ് ന്യൂസിഫെറയാണ്. ഇനി കോക്കനട്ട് ട്രീൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് കോക്കോസ് ന്യൂസിഫെറയാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു മാംഗോ ട്രീ ആണ്, അല്ലെങ്കിൽ മാവ്. മാവ് അല്ലെങ്കിൽ മാംഗോ ട്രീ ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്? പ്ലാന്റ് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്. നമുക്കറിയാം മാംഗോ ട്രീ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അല്ലേ, അതായത് അതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. സോ ഫൈലം ഏതായിരിക്കും? ആൻജിയോസ്പെർമോഫൈറ്റയാണ്. ഇനി ക്ലാസ് ഡൈകോട്ടിലിഡോണയാണ്. അതായത് വിത്ത് മുളയ്ക്കുന്ന സമയത്ത് 2 കോട്ടിലിഡോൺസ് ആദ്യം തന്നെ പുറത്തു വരും. നമ്മൾ നേരത്തെ പറഞ്ഞു കോക്കനട്ടിൻ്റെ കേസിൽ ഒരു കോട്ടിലിഡോൺ മാത്രമാണ് വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് കോക്കനട്ട് ട്രീ ഏത് ക്ലാസ്സിൽ പെടും? മോണോകോട്ടിലിഡോണയിലാണ് പെട്ടിരുന്നത്. എന്നാൽ മാംഗോ ട്രീയുടെ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് 2 കോട്ടിലിഡോൺസ് പുറത്തു വരുന്നത് കൊണ്ട് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടും? ഡൈകോട്ടിലിഡോണെ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് മാംഗോ ട്രീ ഉൾപ്പെടുന്നത്. ഇനി മാംഗോ ട്രീൻ്റെ സീരീസ് ആണ് സാപ്പിൻഡെയിൽസ്. അതേപോലെ ഫാമിലി അനാകാർഡിയാഷിയെ. മാംഗോ ട്രീൻ്റെ ജീനസ് ഏതാണ്? മാൻജിഫെറ. അതേപോലെ സ്പീഷീസ് ഇൻഡിക്ക. സോ മാംഗോ ട്രീൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മാൻജിഫെറ ഇൻഡിക്ക ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് നോക്കാം. എന്താണ് ഹോർത്തോസ് മലബാറിക്കസ്? ഹോർത്തോസ് മലബാറിക്കസ് അഥവാ ഗാർഡൻ ഓഫ് മലബാർ അല്ലെങ്കിൽ മലബാറിൻ്റെ പൂന്തോട്ടം എന്ന് പറയുന്ന പുസ്തകം കേരളത്തിലെ പ്ലാന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ്. 1678 1693 ഇടയിൽ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നും 12 വോളിയംസ് ആയിട്ടാണ് ഈ ഒരു പുസ്തകം പുറത്തിറക്കുന്നത്. ഈ ഒരു പുസ്തകം എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ആരാണ് അഡ്മിറൽ വാൻഡ്രീഡ്? ആ ഒരു സമയത്തെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചിൻ ഗവർണറായിരുന്നു അഡ്മിറൽ വാൻഡ്രീഡ്. സോ ഈ ഒരു പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടി അഡ്മിറൽ വാൻഡ്രീഡിനെ കേരളത്തിലെ ചില വ്യക്തികൾ സഹായിച്ചിരുന്നു. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, അപ്പു ഭട്ട് ഇവരൊക്കെയാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടി അഡ്മിറൽ വാൻഡ്രീഡിനെ സഹായിച്ചത്. Malayalam fonts were used for the first time for this book, in which classification of plants, pictures and local names are recorded. അതായത് മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച് വന്ന പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഓക്കെ,
ദിസ് വാസ് വൺ ഓഫ് ദ ബുക്സ് ദാറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് കാൾ ലിനേയസ്. കാൾ ലിനേയസിനെ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്ത ഒരു പുസ്തകം കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. സോ ഇത് കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഹോർത്തൂസ് മലബാറിക്കസിൽ പറയുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് തെങ്ങ്. തെങ്ങ് എന്ന വാക്ക് തന്നെയാണ് മലയാളം ലിപിയിൽ ആദ്യമായിട്ട് അച്ചടിച്ചിരിക്കുന്നതും. അതേപോലെ അവസാനം പ്രതിപാദിക്കുന്ന വൃക്ഷം അല്ലെങ്കിൽ അവസാനം പറയുന്ന പ്ലാന്റ് ആണ് ആൽമരം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 4 വ്യത്യസ്ത ജീവികളെ കാണാമല്ലേ. അതോടൊപ്പം അവയുടെ പ്രാദേശിക പേരുകളും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് ഒരു ഉപ്പനാണ്. ഉപ്പനെന്നും ചെമ്പോത്തെന്നും ചകോരം എന്നൊക്കെ നമ്മൾ ഉപ്പനെ വിളിക്കാറുണ്ട്. അതേപോലെ പപ്പായയ്ക്ക് പല സ്ഥലത്തും പല പേരാണ്. പപ്പായ, കപ്ലങ്ങ, ഓമയ്ക്ക എന്നിങ്ങനെ. സോ ഒരു ജീവിക്ക് തന്നെ പലതരം പേരുകൾ. അതും നമ്മുടെ കേരളത്തിലെ പ്രാദേശികമായ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല പേരുകളായിരിക്കും. അതേപോലെ പല രാജ്യങ്ങളിലും പല പേരുകളായിരിക്കും. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ ജോയിനിങ് 2 വേർഡ്സ്. അതായത് ഏതൊരു ജീവിക്കും സയൻറ്റിഫിക്കായിട്ട് പേര് നൽകുന്ന ഒരു രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇതിൽ 2 വേർഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ജീവിക്ക് പേര് നൽകുന്നത്. കാൾ ലിനേയസ് ആണ് ഈ ഒരു മെത്തേഡ് പ്രൊപ്പോസ് ചെയ്തത്. നമ്മൾ നേരത്തെ തന്നെ കാൾ ലിനേയസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ സയൻറ്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്സ് ദ ജീനസ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഷീസ്. അതായത് ഒരു സയൻറ്റിഫിക് നെയിം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗം ജീനസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം സ്പീഷീസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. By this method, scientific name of an organism is the same all over the world. ഇങ്ങനെ നമ്മൾ ഒരു ജീവിക്ക് പേര് നൽകി കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും അവരുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അക്കോർഡിംഗ് ടു ദിസ്, ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇസ് ഹോമോ സാപ്പിയൻസ്. സോ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസുമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു മാവ് അല്ലെങ്കിൽ മാംഗോ ട്രീൻ്റെ സയൻറ്റിഫിക് നെയിം മാഞ്ചിഫെറ ഇൻഡിക്കയാണെന്നല്ലേ. അതിൽ മാഞ്ചിഫെറ എന്ന് പറയുന്നതാണ് ജീനസ്. അതേപോലെ ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഇനി കൊക്കോസ് ന്യൂസിഫെറ ഓർക്കുന്നുണ്ടോ? എന്തിൻ്റെയാണ്? കോക്കനട്ട് ട്രീൻ്റെയാണ്. കൊക്കോസ് എന്ന് പറയുന്നത് കോക്കനട്ട് ട്രീൻ്റെ ജീനസ് ആണ്. അതേപോലെ ന്യൂസിഫെറ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിം പരിചയപ്പെടാം. എലിഫൻറ്റ് അഥവാ ആനയുടെ സയൻറ്റിഫിക് നെയിമാണ് എലിഫസ് മാക്സിമസ്. പീകോക്ക് അഥവാ മയിലിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. ഡോഗ് അഥവാ പട്ടിയുടെ സയൻറ്റിഫിക് നെയിമാണ് കാനിസ് ഫെമിലിയാരിസ്. ഹിബിസ്കസ് അഥവാ ചെമ്പരത്തി പൂവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹിബിസ്കസ് റോസാസിനെൻസിസ്. അതേപോലെ നീം അഥവാ ആര്യവേപ്പിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് അസാഡിറാക്റ്റ ഇൻഡിക്ക. പാഡി അഥവാ നെല്ലിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഒറൈസ സറ്റൈവ. ഗോൾഡൻ ഷവർ അഥവാ കണിക്കൊന്നയുടെ സയൻറ്റിഫിക് നെയിമാണ് കാഷ്യ ഫിസ്റ്റുല. ക്രോ അഥവാ കാക്കയുടെ സയൻറ്റിഫിക് നെയിമാണ് കോർവസ് സ്പ്ലെൻഡൻസ്. കൗ അഥവാ പശുവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ബോസ് ടോറസ്. മാംഗോ ട്രീ അഥവാ മാവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. കോക്കനട്ട് ട്രീ അഥവാ തെങ്ങിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കോക്കോസ് ന്യൂസിഫെറ. കാറ്റ് അഥവാ പൂച്ചയുടെ സയൻറ്റിഫിക് നെയിമാണ് ഫെലിസ് ഡൊമസ്റ്റിക്ക. സോ ഇതുവരെ നമ്മൾ എന്തിനാണ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്, അതേപോലെ എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി എന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ആവശ്യകത എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി. ഇനി നമുക്ക് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്ലാസിഫിക്കേഷനാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ 1758 കാൾ ലിനേയസ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. ഇതിൽ മൊത്തം ജീവികളെയും 2 കിങ്ഡം ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്ലാന്റ് കിങ്ഡം, മറ്റൊന്ന് ആനിമൽ കിങ്ഡം. എന്നാൽ ഈ ഒരു ക്ലാസിഫിക്കേഷന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും ചെറിയ ജീവികളെയൊന്നും പ്ലാന്റ് കിങ്ഡത്തിലോ ആനിമൽ കിങ്ഡത്തിലോ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് മുന്നോട്ട് വെച്ചത് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന അമേരിക്കൻ ബൊട്ടാനിസ്റ്റ് ആണ്. ഇതിൽ 5 കിങ്ഡമാണ് ഉള്ളത്. ഏതൊക്കെയാണ്?
മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റേ, ആനിമാലിയ. അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആകെ 2 സെക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 2 കിങ്ഡം മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്ലാന്റ് കിങ്ഡം, അതേപോലെ ആനിമൽ കിങ്ഡം. ആ 2 കിങ്ഡംസും ഇതിലുണ്ട്. ഇത് കൂടാതെ 3 കിങ്ഡംസ് അധികമായിട്ടുമുണ്ട്. അതേതൊക്കെയാണ്? മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ. സോ ഇനി നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡംസ് ആണുള്ളത്: മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമാലിയ. മൊണീറയിൽ വരുന്ന ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ. അമീബ ഉൾപ്പെടുന്നത് പ്രൊട്ടിസ്റ്റയിലാണ്. മഷ്റൂംസ് ഉൾപ്പെടുന്നത് ഫംഗയിലാണ്. പ്ലാന്റ്സ് എല്ലാം പ്ലാന്റേ കിങ്ഡത്തിലാണ് വരുന്നത്. ആനിമൽസ് എല്ലാം ആനിമാലിയ കിങ്ഡത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഓരോ കിങ്ഡത്തിലെയും ജീവികളുടെ പ്രത്യേകതകൾ നോക്കാം. മൊണീറയിൽ വരുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. അതായത് ഏകകോശ ജീവികളാണ്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ആകെ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മർമ്മം ഉണ്ടായിരിക്കില്ല. ഇനി പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഒരു ജീവിയാണ് അമീബ. എന്താണ് അമീബ പോലുള്ള ജീവികളുടെ പ്രത്യേകത? അവരും യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, എന്നാൽ അവർക്കൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഏകകോശ ജീവികൾ തന്നെയാണ് അമീബയും. അവർക്ക് പക്ഷേ കേന്ദ്രഭാഗത്ത് ഒരു ന്യൂക്ലിയസ് അഥവാ മർമ്മം ഉണ്ടായിരിക്കും. ഇനി ഫംഗൈ എന്ന് പറയുന്ന കിങ്ഡത്തിൽ വരുന്ന ജീവികളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ നോൺ മോർട്ടൈൽ ഹെട്രോട്രോഫിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതായത് മഷ്റൂം പോലുള്ള ജീവികൾക്ക് ചലിക്കാനാവില്ല. അതാണ് നോൺ മോർട്ടൈൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർ ഹെട്രോട്രോഫിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കും. അതായത് ഫംഗൈ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ ഒന്നല്ലെങ്കിൽ യൂണിസെല്ലുലാർ ജീവികളായിരിക്കും, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ജീവികളായിരിക്കും. അതായത് ഒന്നിലധികം കോശങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവർ ഹെട്രോട്രോഫിക് ആയിരിക്കും. അതായത് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. അവർ മറ്റേതെങ്കിലും ജീവികളെ ആശ്രയിച്ചിട്ടായിരിക്കും ആഹാരം സ്വീകരിക്കുന്നത്. മനസ്സിലായോ? എന്നാൽ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കിങ്ഡം പ്ലാന്റേ ആണ്. പ്ലാന്റയിൽ എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുന്നു. അവയുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ഓട്ടോട്രോഫിക്. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മൾട്ടി സെല്ലുലാർ ആണ്. അതായത് ഒന്നിലധികം കോശങ്ങൾ പ്ലാന്റ്സിനുണ്ട്. ദേ ആർ നോൺ മോർട്ടൈൽ. അവർക്ക് ചലിക്കാനാവില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത. ഇനി ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഹെട്രോട്രോഫിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണെങ്കിൽ ആനിമൽസ് ഹെട്രോട്രോഫിക് ആണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. മറ്റ് ആനിമൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയാണ് അവർ ആഹാരത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ അവർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതായത് ഒന്നിലധികം കോശങ്ങൾ ആനിമൽസിനുണ്ടായിരിക്കും. അതേപോലെ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ദേ ഹാവ് കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇപ്പം നമ്മൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പഠിച്ചു. ആദ്യത്തേത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തേത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും ചെറിയൊരു പോരായ്മയുണ്ട്. അതായത് നമുക്കറിയാം ബാക്ടീരിയാസ് ഉൾപ്പെടുന്നത് മൊണീറ എന്ന കിങ്ഡത്തിലാണ്. ബാക്ടീരിയാസിൽ തന്നെ ആർക്കി ബാക്ടീരിയ എന്നൊരു വിഭാഗമുണ്ട്. ആർക്കി ബാക്ടീരിയാസിന് സാധാരണ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമായ രീതികളാണുള്ളത്. അതുകൊണ്ട് തന്നെ മൊണീറ എന്ന കിങ്ഡത്തിനെ 2ആയി വിഭജിച്ചുകൊണ്ട് ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അമേരിക്കൻ സയൻറ്റിസ്റ്റായ കാൾ വോസ് മുന്നോട്ട് വെച്ചു. ഇതിൽ 6 കിങ്ഡംസ് ആണുള്ളത്: ബാക്ടീരിയ, ആർക്കെ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമാലിയ. അതായത് മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചത് മൊണീറയാണല്ലേ. മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്ടീരിയ എന്ന കിങ്ഡവും ആർക്കെ എന്ന് പറയുന്ന കിങ്ഡവും ഫോം ചെയ്തു. ബാക്കിയെല്ലാം സെയിം ആണ്: പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമാലിയ. സോ ഇവിടെ 6 കിങ്ഡംസ് ആണുള്ളത്. ഇനി മറ്റൊരു മാറ്റമാണ്, നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കിയിൽ 7 ലെവൽസ് പഠിച്ചിരുന്നു അല്ലേ. അതിൽ ഏറ്റവും ബേസിക് ലെവൽ സ്പീഷീസ് ആണെന്നും ഏറ്റവും ഹയസ്റ്റ് ലെവൽ കിങ്ഡം ആണെന്നും പഠിച്ചു. എന്നാൽ
സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ടാക്സോണമിക് ഹൈറാർക്കി നോക്കുമ്പോൾ ഒരു അഡീഷണൽ ലെവൽ കൂടിയുണ്ട്. അതായത് കിങ്ഡം എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിലായിട്ട് ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു ലെവൽ കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ടാക്സോണമിക് ഹൈറാർക്കി എങ്ങനെയാണെന്ന് നോക്കാം. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഡൊമെയിൻ ആണ് അല്ലേ. സോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡൊമെയിൻ യൂകാരിയ ആണ്. ഓക്കെ, കിങ്ഡം ഏതാണ്? അനിമാലിയ. ഫൈലം കോർഡാറ്റ. ക്ലാസ് മമാലിയ. ഓർഡർ ഏതാണ്? പ്രൈമേറ്റ്സ് ആണ്. ഫാമിലി ഹൊമിനിഡേ. ജീനസ് ഹോമോ. സ്പീഷീസ് സാപ്പിയൻസ്. സോ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ് ആണ് അല്ലേ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് ഹോമോസാപ്പിയൻസ് ആണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം. സോ ഇപ്പം നമ്മൾ ക്ലാസിഫിക്കേഷനിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലേ. അതായത് ആദ്യം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, പിന്നീട് അത് 5 കിങ്ഡം ആയി, പിന്നീട് അത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെയായി. ഇത്രയും അഡ്വാൻസ്മെൻറ്റ്സ് ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടും ചില ഓർഗാനിസത്തിനെ ഈ പറഞ്ഞ കിങ്ഡത്തിലൊന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഓർഗാനിസമാണ് വൈറസ്. സോ എന്താണ് വൈറസിൻ്റെ പ്രത്യേകത? ദേ ആർ എസെല്ലുലാർ, അതായത് അവയ്ക്ക് കോശമില്ല. പിന്നെ എന്താണുള്ളത്? ഒൺലി പ്രോട്ടീൻ കോട്ട് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. വൈറസിന് ഒരു പ്രോട്ടീൻ കവചം അഥവാ ഒരു പ്രോട്ടീൻ കോട്ടും അതേപോലെ ജനിതക മെറ്റീരിയലും മാത്രമാണ് ഉള്ളത്. ദേ ആർ പാത്തോജൻസ്, അതായത് ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആണ്. സാധാരണ ഡിസീസസ് അല്ല, ഡ്രെഡഡ് ഡിസീസസ് ആണ് അവർ ഉണ്ടാക്കുന്നത്. അതായത് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഡിസീസസ് ആണ് വൈറസ് മൂലം ഉണ്ടാവുന്നത്. ഇവരെ നമുക്ക് പെട്ടെന്നൊന്നും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവർക്ക് തനിച്ച് ജീവിക്കാനും സാധിക്കില്ല. ദേ ക്യാൻ ലീവ് ഇൻസൈഡ് എ ലിവിങ് സെൽ. ഒരു ജീവനുള്ള സെല്ലിൻ്റെ ഉള്ളിലാണ് ആര് ജീവിക്കുന്നത്? വൈറസ് ജീവിക്കുന്നത്. ഇനി ദേ ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ദ സെൽ. ജീവനുള്ള ഒരു സെല്ലിൻ്റെ പുറത്താണ് വൈറസ് ഉള്ളതെങ്കിൽ അവർ ഇനാക്റ്റീവ് ആയിരിക്കും, അതായത് അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവർ പെറ്റുപെരുകും. അതായത് വൺസ് വൈറസ് ഒരു ജീവനുള്ള സെല്ലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവർ പെറ്റുപെരുകുന്നു. ഓക്കെ, ദേ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് സെൽ. അവർ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകി ഏത് സെല്ലിലാണോ പ്രവേശിച്ചത് ആ സെല്ലിനെ നശിപ്പിക്കുന്നു. ദെൻ ദേ എൻറ്റർ ന്യൂ സെൽസ്. അതിനുശേഷം പുതിയ സെല്ലിലേക്ക് അവർ പ്രവേശിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സോ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.